ഗൈസ്, നമ്മൾ ഇന്ത്യയിലെ ഫുട്ബോൾ ഫാൻസ് പലപ്പോഴും ചിന്തിക്കുന്നതും പറയുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല എന്നുള്ളത്. നമുക്ക് 100% ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആണ് എന്ന് നമുക്ക് നോക്കി കാണിച്ചിട്ട് പറയാനായിട്ട് ഒരു സ്റ്റേഡിയം ഉണ്ടോ? നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന സ്റ്റേഡിയംസ് എനിക്കൊന്ന് മുംബൈയിലെ അന്ധേരിയിലുള്ള അറീന ആണ്, മറ്റൊന്നും ട്രാൻസ് സ്റ്റേഡിയമാണ് അഹമ്മദാബാദിലുള്ളത്, പിന്നെ അംബേദ്കർ സ്റ്റേഡിയം ഡൽഹിയിലുള്ളത് ഒക്കെയാണ് ഒരു തരത്തിലെങ്കിലും ഒരു ഫുട്ബോൾ സ്റ്റേഡിയം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് ആണെങ്കിൽ പോലും ഒരു കംപ്ലീറ്റ് ഫുട്ബോൾ സ്റ്റേഡിയം എന്ന തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ക്രിക്കറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വേൾഡ് ക്ലാസ് ആയിട്ടുള്ള സ്റ്റേഡിയംസ് നമുക്ക് ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. മുംബൈയിലുള്ള വാങ്കഡെ സ്റ്റേഡിയം, കൊൽക്കത്തയിലുള്ള ഈഡൻ ഗാർഡൻസ്, ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്റ്റേഡിയംസ് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ ആര് ഓൺ ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ഡിസ്കസ് ചെയ്യേണ്ടതാണ്. കാരണം ഈ സ്റ്റേഡിയംസ് ഒക്കെ ഓൺ ചെയ്യുന്നത് അതാത് സ്റ്റേറ്റ് അഫയേഴ്സ് ആണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചിന്നസ്വാമി ആണെങ്കിലും ചെപ്പോക്ക് ആണെങ്കിലും ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയം ആണെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഓൺ ചെയ്യുന്നത് പറഞ്ഞ പോലത്തെ ക്രിക്കറ്റ് അസോസിയേഷൻസ് തന്നെയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സോഴ്സസ് നിങ്ങൾക്ക് ഗൂഗിൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതേ കാര്യം നമുക്ക് ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ ഓൺ ചെയ്യുന്ന ഒരു സ്റ്റേഡിയം നമുക്ക് കാണാൻ കഴിയുമോ? ഇതിൽ ഒരു മെജോറിറ്റി ഓഫ് ദി ഫുട്ബോൾ സ്റ്റേഡിയം, നമുക്കിപ്പോൾ ഒരുപാട് ഫുട്ബോൾ സ്റ്റേഡിയം എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പം കൊൽക്കത്തയിലുള്ള സാൾട്ട് ലേക്ക് സ്റ്റേഡിയം ആണെങ്കിലും അല്ലെങ്കിൽ ISLലുള്ള ഏത് കലൂരടക്കമുള്ള സ്റ്റേഡിയംസ് ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാലും ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ഒരു പ്രോപ്പറായിട്ടുള്ള ഫുട്ബോൾ സ്റ്റേഡിയംസ് അല്ല. ഒന്നെങ്കിൽ മൾട്ടിപർപ്പസ് എന്ന ലെവലിൽ പറയാൻ പറ്റും, അത്ലറ്റിക് ഓർ ക്രിക്കറ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേഡിയംസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഓണേഴ്സ് ആരാണ്? ഇപ്പോൾ പറഞ്ഞൊരു ഗവൺമെൻറ് തലത്തിലുള്ള ഒരു ഓണേഴ്സ് ആയിരിക്കും. ഇപ്പം ഒന്നെങ്കിൽ സ്പോർട്സ് കൗൺസിലോ അല്ലെങ്കിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അങ്ങനെ തുടങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെൻറ് തലത്തിലുള്ള ഒരു ഓണേഴ്സ് ആയിരിക്കും ഈ പറഞ്ഞ ഫുട്ബോൾ സ്റ്റേഡിയംസിനൊക്കെ വരുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ പറയാൻ പറ്റുന്ന മെജോറിറ്റി ഓഫ് ദി ഫുട്ബോൾ സ്റ്റേഡിയംസും 2000-കൾക്കൊക്കെ മുമ്പേ വന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2000-ന് ശേഷം വന്നിട്ടുള്ള സ്റ്റേഡിയംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹൈദരാബാദിലുള്ള ബാലയോഗി സ്റ്റേഡിയം, അതുപോലെ ഗുവാഹത്തിയിലുള്ള ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം, അതുപോലെ മലപ്പുറത്തുള്ള പയ്യനാട് സ്റ്റേഡിയം. വലിയ തോതിലൊരു റെനോവേഷൻസ് നടന്നിട്ടുള്ള സ്റ്റേഡിയംസ് ആണ് ഷില്ലോങ്ങിലെയും ഡൽഹിയിലെയും ഉള്ള JLN സ്റ്റേഡിയംസ്. പിന്നെ പറയാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമാണ് ട്രാൻസ് സ്റ്റേഡിയ, അഹമ്മദാബാദിലുള്ള ഒരു സ്റ്റേഡിയമാണ്. ഇത് ഒരു വെൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ഈ പറഞ്ഞ പോലെ ഒരുപാട് പോരായ്മകളുണ്ട്. ചില സൈഡ്സിൽ സീറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, empty ആയിട്ട് കിടക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ഫില്ല് ചെയ്യാവുന്നൊരു സെറ്റപ്പിലാണ് അത് പണിഞ്ഞെന്ന് തോന്നുന്നു. ഇനി ഫ്യൂച്ചറിൽ അതൊരു ക്ലബ്സൊക്കെ വരുന്നൊരു സമയത്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫുട്ബോൾ നമുക്കൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്ന സ്റ്റേഡിയം ആക്കി മാറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ബാലയോഗി സ്റ്റേഡിയം ആണെങ്കിലും ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ആണെങ്കിലും ഷില്ലോങ്ങിലെയും ഡൽഹിയിലെയും JLN സ്റ്റേഡിയംസ് ആണെങ്കിലും ഇതൊക്കെ ഒരു അത്ലറ്റിക് പർപ്പസിനും കൂടി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ്. എന്നാൽ നമ്മുടെ മലപ്പുറത്തുള്ള പയ്യനാട് സ്റ്റേഡിയം ആണെങ്കിൽ ഫുട്ബോളിന് മാത്രം യൂസ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രിക്കറ്റിന് യൂസ് ചെയ്യാൻ പറ്റില്ല, അത്ലറ്റിക് ട്രാക്കും ഇല്ല. എന്നിട്ട് കൂടി അതൊരു വെൽ കൺസ്ട്രക്റ്റഡ് സ്റ്റേഡിയം ആണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണ്, എന്തുകൊണ്ട് ഈ ഒരു മൾട്ടിപർപ്പസ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2000-ന് മുമ്പ് പണിഞ്ഞിട്ടുള്ള പല സ്റ്റേഡിയംസും ഞാൻ നേരത്തെ പറഞ്ഞ സാൾട്ട് ലേക്കോ കണ്ടീരവയോ അല്ലെങ്കിൽ കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയം ഒക്കെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലൊക്കെയാണ് പണിയുന്നത്. അപ്പോൾ ആ തരത്തിൽ അവർ ചിന്തിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ഫുട്ബോൾ ഗെയിമിന് മാത്രം അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗെയിമിന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഇത്ര ഗെയിംസേ ഉള്ളൂ. അന്ന് ഈ പറഞ്ഞ പോലെ ഒരു ലീഗ് ലെവലിലുള്ള ഒരു വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഫുട്ബോളിന് വേണ്ടി മാത്രം പണിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള തരത്തിലായിരിക്കണം ആ കാലത്ത് ഇങ്ങനെ ഒരു മൾട്ടിപർപ്പസ്. നമുക്ക് കൊച്ചിയിൽ ഒരു സാഹചര്യം വരാം. കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്കും കൊച്ചിയിൽ മറ്റ് സ്റ്റേഡിയംസ് ഒന്നും തന്നെ പറയാനില്ല. ആ സാഹചര്യത്തിൽ അവിടെ ഒരു സ്റ്റേഡിയം വരുമ്പോഴത്തേക്കും ക്രിക്കറ്റിനും ഫുട്ബോളിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പണിയാമെന്നുള്ള രീതിയിലായിരിക്കും പണിഞ്ഞിട്ടുണ്ടാകുക. അതുപോലെ തന്നെ ഈ ഒരു നാട്ടിലിപ്പോൾ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ള ഒരു നഗരത്തിലാണ് ഒരു സ്റ്റേഡിയം പണിയുന്നതെന്ന് വെക്കാം. ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു അത്ലറ്റിക് പർപ്പസിനും കൂടി യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള രീതിയിൽ ആണ് പണിയുന്നുണ്ടാകുക. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫുട്ബോൾ സ്റ്റേഡിയം കിട്ടാത്തത്. ഈ പറഞ്ഞ ഒരു 2000-ന് ശേഷം പണിഞ്ഞിട്ടുള്ള സ്റ്റേഡിയംസ് ആണെങ്കിൽ പോലും ഒരു വെൽ കൺസ്ട്രക്റ്റഡ് ആയിട്ട് ആ ഒരു രീതിയിൽ പണിയാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ മേ ബി ഒളിമ്പിക്സ് ഒക്കെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അതൊക്കെ പരിഹരിക്കപ്പെട്ടേക്കാം. പക്ഷേ ഒളിമ്പിക്സിന് വേണ്ടി വരുമ്പോഴും ഇപ്പം ആസാമിലും ഗുജറാത്തിലും ഒക്കെ പുതിയ സ്റ്റേഡിയംസ് വരുന്നു എന്ന് പറയുന്നു. ഒരു ഒളിമ്പിക് സ്റ്റേഡിയം എന്ന നിലയിൽ വരുമ്പോഴത്തേക്കും വീണ്ടും അത്ലറ്റിക് ട്രാക്കിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കേരളത്തിലൊക്കെ വരാനുള്ള സാധ്യതയെ പറ്റി ഇപ്പം SLKയുടെ CEO അല്ലെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ളവരൊക്കെ പറഞ്ഞിരുന്നു. റെക്ടാങ്കുലർ മോഡലിൽ തന്നെ
കപ്പാസിറ്റി കുറഞ്ഞതായിട്ടാണെങ്കിലും ഫുട്ബോൾ സ്റ്റേഡിയംസ് വരുമെന്നുള്ള കാര്യം. സോ എന്ന് വരും ഫുട്ബോൾ സ്റ്റേഡിയംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അഫയേഴ്സ് തന്നെ പണിയേണ്ടി വരും. പക്ഷേ അത്രയും ഒരു ഫണ്ട് ഇപ്പം BCCI ഒക്കെ കൊടുക്കുന്ന പോലത്തെ തരത്തിൽ ഇപ്പം AFF ഒന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ ഇവരെങ്ങനെ ഫണ്ട് കണ്ടെത്തുമെന്നുള്ള ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ക്ലബ്ബുകൾ തന്നെ ഓൺ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വരണം. നമുക്കറിയാലോ യൂറോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്ലബ്ബുകൾ തന്നെയാണ് അവരുടെ സ്റ്റേഡിയംസ് ഓൺ ചെയ്യുന്നത്, അവർ തന്നെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജംഷഡ്പൂരിനൊക്കെ മാത്രമേ അങ്ങനത്തെ ഒരു സാഹചര്യം പറയാൻ പറ്റത്തുള്ളൂ. ഒരു അത്യാവശ്യം ഒരു നല്ല ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ടൊരു ഫുട്ബോൾ സ്റ്റേഡിയം, പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ ചില കാരണങ്ങൾ ഒക്കെ എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പോസ് എഴുതുക. പിന്നെ ഫുട്ബോൾ സ്റ്റേഡിയംസ് എന്ന് പറയുന്ന ഒരു വിഷയം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചില വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കും സജഷൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്താൽ മറ്റൊരു കാണിക്കും. ഞാൻ സനിയഫ്.